കുട്ടനാടൻ ഡക്ക് റോസ്റ്റ് തന്നെ പിടിച്ചാലോ? അപ്പോൾ വായോ വീഡിയോ കാണാം. അതിനായിട്ട് 2 ഇടത്തരം സബോള കനം കുറച്ച് ഇതുപോലെ അരിയണം. അതിനുശേഷം 5 പച്ചമുളക് നടുവേ കീറിയത്, ഒരു 15 ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 4 തണ്ട് കറിവേപ്പില, ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു 8 അല്ലി വെളുത്തുള്ളി. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി പൊടികളും കൂടെ നോക്കാം. മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 3 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 2.5 ടീസ്പൂൺ. അതിനകത്ത് 1 ടീസ്പൂൺ പൊടിച്ചതും 1.5 ടീസ്പൂൺ അല്പം വെള്ളം ചേർത്ത് അരച്ചെടുത്തതും. പിന്നെ നമുക്ക് വേണ്ടത് ഒരപ്പാണ്. അത് നമുക്ക് വഴിയേ കാണാം. 2 കിലോ താറാവിനുള്ള കൂട്ടാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ താറാവിൻ്റെ തൊലി കളഞ്ഞിട്ടില്ല. തൊലി ഇഷ്ടമില്ലാത്തവർക്ക് തൊലി കളഞ്ഞും എടുക്കാം. ഇനി ഒരു മൺചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും, പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, പിന്നെ കറിവേപ്പില, പച്ചമുളക് 5 എണ്ണവും, പിന്നെ ഒരു 5 ചുവന്നുള്ളി മാത്രം ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വഴറ്റിയെടുത്തതിന് ശേഷം അതൊരു ഗോൾഡൻ കളറിലേക്ക് അല്ലെങ്കിൽ ലൈറ്റ് ബ്രൗൺ ഷെയ്ഡിലേക്ക് വരുന്ന സമയത്ത് അത്രയും വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കണം. 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടതിന് ശേഷം അത് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന താറാവ്, 2 കിലോ താറാവ് ചെറുതായിട്ട് അരിഞ്ഞത് ഞുറുക്കിയത് അതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഒന്ന് ഇളക്കി മുഴുവനായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് അതൊന്ന് യോജിപ്പിക്കണം. അതിൻ്റെ മസാലയും ഒക്കെ ഈ താറാവിലേക്ക് പിടിക്കത്തക്ക വിധം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് നമുക്കൊന്ന് വേവിക്കാം. ഓരോ താറാവിനും ഓരോ വേവായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് ഒരു 20 മുതൽ 30 മിനിറ്റ് വരെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക. എന്നിട്ട് തുറന്ന് നോക്കുമ്പോഴേക്കും അതിൻ്റെ എണ്ണയും അതിൻ്റെ ആ നെയ്യൊക്കെ ഒന്ന് ഒഴുകി ഒരു വെള്ളമൊക്കെ ഒന്ന് ഒരു സൈഡിലേക്ക് ഇങ്ങനെ നമ്മളൊന്ന് ചട്ടി ചെറുതായിട്ട് ചെരിച്ച് വയ്ക്കുമ്പോൾ അതിലേക്ക് ഇങ്ങനെ ഊറി വരും. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിടണം. ഇത് 10 ചുവന്നുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 8 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു 10 കാന്താരി മുളകും. ഇത്രയും കൂടി അരച്ച അരപ്പാണ് നമ്മൾ ഈ ഊറി വന്നിരിക്കുന്ന ഈ നെയ്യിലേക്ക്, താറാവിൻ്റെ നെയ്യിലേക്ക് അല്ലെങ്കിൽ ആ വെള്ളത്തിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്, ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അത് നന്നായിട്ട് ഒരു ഇളക്കി ഒരു 5 മുതൽ 6 മിനിറ്റ് വരെ ആ അരപ്പൊന്ന് മൂക്കാനായിട്ട് നമ്മളതിൽ ഇളക്കി കൊടുക്കണം. അതിനുശേഷം 1.5 ടീസ്പൂൺ ഗരം മസാല അരച്ചതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു 3 മുതൽ 4 മിനിറ്റ് വരെയൊക്കെ ഇതും ഒന്ന് മൂക്കുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് മൊത്തം അരപ്പെല്ലാം എല്ലായിടത്തേക്കും എല്ലാ ഭാഗത്തേക്കും വരാൻ പാകത്തിന് ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് 1/2 മുറി തേങ്ങയുടെ പാല് പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കണം. ഇത് 1/4 പാല് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. ആ 1/4 പാല് 1/2 മുറി തേങ്ങയുടെ 1/4 പാലും കൂടെ പിഴിഞ്ഞത് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ആ തേങ്ങാപ്പാലൊന്ന് തിളച്ച് കഴിയുമ്പോഴേക്കും സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ആദ്യം ഇട്ടത് കൂടാതെ നമ്മളൊരു 2 തണ്ട് കറിവേപ്പില നമ്മൾ ഫ്രഷായിട്ട് തന്നെ അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് പതുക്കെ ഒന്ന് മൂടി വയ്ക്കും. അപ്പോഴേക്കും ആ കറിവേപ്പിലയുടെ നല്ല സ്മെല്ലും ആ ടേസ്റ്റൊക്കെ കറിയിലേക്ക് ഇറങ്ങും. അത്രയേ ഉള്ളൂ, കുട്ടനാടൻ ഡക്ക് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചോറിൻ്റെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല സൂപ്പർ ടേസ്റ്റിലുള്ളതാണ്. ഇത് ഉറപ്പായിട്ടും വെച്ച് നോക്കണം. നിങ്ങൾ വെച്ച് നോക്കിയാൽ പിന്നെ താറാവ് ഇങ്ങനെ നിങ്ങൾ വെക്കത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് വെച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും അത് താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.